ഇന്നത്തെ വചനചിന്ത അളവ് നോക്കാതെ അനുഗ്രഹിക്കുന്ന ദൈവം. സമയം നോക്കാതെ താങ്കൾ പ്രവർത്തിക്കുമ്പോൾ അളവ് നോക്കാതെ ദൈവം താങ്കളെ അനുഗ്രഹിക്കും. ഓർക്കുക, ജീവിതത്തിൽ ഇരുട്ട് നിറയുമ്പോൾ വചനം താങ്കളെ മുന്നോട്ട് നടത്തും. താങ്കൾ ഉയരില്ലെന്ന് പലരും വിചാരിച്ച് താങ്കളെ തകർത്ത് കളയാമെന്ന് പലരും പദ്ധതിയിട്ടു. എന്നാൽ താങ്കളെ അളന്നു നോക്കാതെ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയുള്ളപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും താങ്കളെ തകർക്കുവാൻ സാധിക്കുകയില്ല. കടലിലെ തിരമാല പോലെ മുന്നിൽ പ്രശ്നങ്ങളുണ്ടായാലും ഭയപ്പെടേണ്ട. കടലിന് മീതെ നടന്നു വന്ന പത്രോസിൻ്റെ കരം പിടിച്ച് പത്രോസ് നടത്തിയ കർത്താവ് വചനം ശ്രവിക്കുന്ന താങ്കളുടെ കരം പിടിച്ച് ഉയർത്തും. 121 സങ്കീർത്തന പുസ്തകം 7-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു: യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കുമെന്ന്. ദൈവം വാഗ്ദത്തം നൽകിയിരിക്കുന്നുവെങ്കിൽ വാഗ്ദത്തങ്ങൾ നൽകിയ ദൈവം വിശ്വസ്തനാണ്. താങ്കളെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്ക് സാധിക്കുകയില്ല. സർവശക്തൻ്റെ കരം താങ്കളെ താങ്ങി നടത്തി മുന്നോട്ട് ഉയർത്തും. താങ്കളുടെ എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം കർത്താവ് നൽകും. താങ്കളുടെ എല്ലാ പ്രതിസന്ധികൾക്കും കർത്താവ് മറുപടി അയക്കും. പാഴും ശൂന്യവുമായ ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടായതുപോലെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കും. താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരാജയങ്ങൾ കർത്താവ് വിജയമാക്കി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നുവെന്ന് തിരുവചനം പറയപ്പെടുന്നു. 91 സങ്കീർത്തന പുസ്തകം 10-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു: ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല. വിശ്വാസത്താൽ വിളിച്ചു പറയണം: എന്നെ അനുഗ്രഹിക്കപ്പെട്ട വഴികളിലൂടെ നടത്തുവാൻ കർത്താവ് ശക്തനാണ്. എന്നെ അനുഗ്രഹിക്കപ്പെട്ട വഴികളിലൂടെ എൻ്റെ കർത്താവ് നടത്തും. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകുവാൻ എൻ്റെ യേശു ശക്തനാണ്. ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നതിനാൽ മുന്നോട്ട് നോക്കിയ യാതൊരു പ്രതീക്ഷയുമില്ല എങ്കിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ കർത്താവിന് കഴിയും. ദൈവം നഷ്ടപ്പെട്ട സകലതും മടക്കി നൽകും. മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളികൾ, മറ്റാർക്കുമില്ലാത്ത തകർച്ച, മറ്റാർക്കുമില്ലാത്ത ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഓർക്കുക, താങ്കളുടെ മേലുള്ള വാഗ്ദത്തം വലുതാണ്. ഭക്തനായ ദാവീദിൻ്റെ മുന്നിൽ ഗോലിയാത്ത് നിൽക്കുമ്പോൾ, ഗോലിയാത്ത് ഭക്തനായ ദാവീദിനെ നേരെ വെല്ലുവിളിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുമ്പോൾ ഓർക്കുക, ദാവീദ് ദൈവത്തിൻ്റെ നാമത്തിൽ ഗോലിയാത്തിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ മറ്റാർക്കുമില്ലാത്ത നന്മ വാഗ്ദത്തത്തിൻ്റെ വാതിൽ ഭക്തനായ ദാവീദിന് വേണ്ടി ദൈവം തുറക്കുവാനിടയായി. ദൈവത്തിൽ ആശ്രയിച്ച ഭക്തനായ ദാവീദ് ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ടില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം ഭക്തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, ഭാരപ്പെടുമ്പോൾ ഓർക്കുക, പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അളവുകളെ നോക്കാതെ താങ്കളെ അനുഗ്രഹിക്കുന്ന കർത്താവ് കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച് വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ പൊതുബലത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ദൈവ കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.